ഹായ്. റമദാൻ കാലം ആയതുകൊണ്ട് നോമ്പ് തുറയുടെ കാലം കൂടെ ആണല്ലോ. എല്ലാവരും കൂടെ കെട്ടിപ്പിറക്കി ഇറങ്ങിയേക്കുവാണ് ഒരു ഇഫ്താറിൻ്റെ ഫീലൊന്ന് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ ബുക്കൊക്കെ ചെയ്ത് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, തുടക്കത്തിൻ്റെ ആ ഒരു ഇതിൽ നമുക്കൊന്നും ഒരു 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 പരിചയമില്ലായിരുന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഇഫ്താറിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടി പോയിട്ട് ഒന്നും കഴിക്കാതെ ഇറങ്ങി പോരേണ്ടി വന്നു. അതിൻ്റെ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെന്നിട്ട് വേറൊരു ഹോട്ടലെ കണ്ടുപിടിച്ച് നമ്മൾ അത്യാവശ്യം അവിടെ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങോട്ട് കഴിച്ചു തീർത്തു. അങ്ങനെ അങ്ങ് പോരേണ്ടി വന്നു. ഓക്കെ. പക്ഷെ പിന്നെ കഴിച്ചൊരു ബിരിയാണി ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു കേട്ടോ. ആ വിശപ്പാണ് ഏറ്റവും നല്ലൊരു ആഹാരം എന്ന് പറയില്ലേ, രുചിയുള്ള ആഹാരം. അതുപോലെ ഒരു ഫീലായിരിക്കാം, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് കഴിച്ചാലും പോരാ എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ കുലിക്ക സർബത്തൊക്കെ കഴിക്കാൻ വേണ്ടി കയറിട്ടോ. അവിടെ ചെന്നപ്പോൾ വെറൈറ്റി ടൈപ്സ് ഓഫ് സാധനങ്ങൾ, ഹോട്ട് ചോക്ലേറ്റ്, അതുപോലെ കുറേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ സലാഡൊക്കെ ഒഴിച്ച് അങ്ങനെ ഏതാണ്ടൊക്കെ നമ്മൾ കണ്ടു. അതിൽ കുലിക്ക് സർബത്തും കഴിച്ചു, ഇതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത സംഭവം കഴിച്ചു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു പാട്ടൊക്കെ കേട്ട് നല്ല താളത്തിൽ ഈ ഫ്രൂട്ട്സ് എല്ലാവരും കൂടെ അങ്ങ് ഷെയർ ഇട്ട് കഴിച്ച്. ഇത് പ്രഹസനമല്ല കേട്ടോ, ഇത് ആദ്യം ഇത് കൊടുത്തു. അപ്പോൾ അല്ലേലും നല്ല ഒന്നും ക്യാപ്ചർ ഇല്ല പറഞ്ഞിട്ട് ഇത് രണ്ടാമത് കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താളത്തിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും സാധനങ്ങളും എന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് അവസാനം പിന്നെ ലാസ്റ്റാണ് നമ്മൾ കുലുക്കി കുടിക്കാൻ പോയത്. അങ്ങനെ ഇതെല്ലാം കൂടെ കണ്ടും കുലുക്കി സർബത്തിൻ്റെ 2 എണ്ണം ട്രൈ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇഫ്താർ എക്സ്പീരിയൻസ് ചെയ്തു.